വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി നമുക്കൊരു വേദഭാഗം വായിക്കാം. യൂദായുടെ ലേഖനം 3-ാമത്തെ വാക്യം. അപ്പോസ്തലനായ യൂദാ എഴുതിയ ലേഖനം അതിന്റെ 3-ാമത്തെ. നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പോരാടണം. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എക്സ്റോസ് മീഡിയ മിനിസ്ട്രിയുടെ പ്ലാറ്റ്ഫോമിലൂടെ ഇടതടവില്ലാതെ അവിടുത്തെ വചനം ലോകമെങ്ങും പ്രഘോഷിക്കുന്നുവല്ലോ. അങ്ങയുടെ ദാസിമാർ അവിടുത്തെ വചനവുമായി തിരുമുമ്പാകെയായിരിക്കുമ്പോൾ ഇതുവരെ അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. പ്രവർത്തനം നേതൃത്വം കൊടുക്കുന്ന അങ്ങയുടെ ദാസൻ പാസ്റ്റർ ബാബു മാത്യു അവർ അദ്ദേഹത്തോടൊപ്പമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായ ദൈവത്തെ വാഴ്ത്തുന്നു. അല്പസമയം ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്ന അനുഗ്രഹമായി തീർക്കണമേ. പാടുവാനും വചനം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങളെ ഒരുമിച്ച് സഹായിച്ചാട്ട് മഹത്വം അവിടത്തേക്ക് തീർന്നു. യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. ആമേൻ. ഒരു പാട്ട്, ചില വരികൾ നമുക്ക് ചേർത്ത് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. എനിക്കുത്താശവരും പർവ്വതം കർത്താവേ, നീ മാത്രമെന്നാശ്രമേ. എനിക്കൊത്താശവരും പർവ്വതം കർത്താവേ, നീ മാത്രമെന്നാകുമേ. ആകാശം ഭൂമിയുമെല്ലാം നീയേ. ആകാശം ഭൂമികൾക്കെല്ലാം ആദിദേവനായവൻ നീയേ. ആശ്രയം നിന്നിലായതു മുതലൻ അനികളകന്നു വരാ. ആശ്രയം നിന്നിലായതു മുതലൻ അധികളകന്നു പരാ. എനിക്കൊത്താശവരും പർവ്വതം കർത്താവേ, നീ മാത്രമെന്നാലുമേ. എനിക്കൊത്താശവരും പർവ്വതം കർത്താവേ, നീ മാത്രമെന്നാലുമേ. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷയെ സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. അതുപോലെ ലൈവിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് US ഡാളസിലായിരിക്കുന്ന പാസ്റ്റർ ബെഞ്ചമിൻ തോമസ് അവറുകൾ, അതുപോലെ ഓസ്ട്രേലിയയിൽ, UK ഇതര സ്ഥലങ്ങളിലൊക്കെ ദൈവം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ നാളുകളായി നാം വിചിന്തനം ചെയ്തു വരുന്നത് യൂദായുടെ ലേഖനമാണ്. വെറും 25 വാക്യങ്ങൾ മാത്രമേ ആ ലേഖനത്തിന്, ആ പുസ്തകത്തിലുള്ളൂ. എക്സ്റോസ് മീഡിയ മിനിസ്ട്രിയുടെ ശുശ്രൂഷകൻ, നേതൃത്വം കൊണ്ടുവന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബാബു മാത്യു അവറുകൾ ഈ പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം എനിക്ക് അവസരം തന്നപ്പോൾ എന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച, നിയോഗിച്ച ഒരു വേദഭാഗമാണ് യൂദായുടെ പുസ്തകം. അതിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളത്. ഒരു പ്രാവശ്യം ഞാനിത് പറഞ്ഞതുപോലെ, ഈ ചെറിയ പുസ്തകത്തിൽ നിന്ന് എത്ര നാള് അല്ലെങ്കിൽ മെസ്സേജ് അവസാനിക്കുമല്ലോ എന്നൊരു ചിന്ത മാനുഷികമായി എൻ്റെ അകത്തുണ്ടായിരുന്നു. എന്നാൽ കൃപയാൽ ഈ പ്ലാറ്റ്ഫോമിൽ ദൈവവചനം പ്രസംഗിച്ചു തുടങ്ങിയ അന്ന് മുതൽ ഇതുവരെയും ദൈവം വചനത്തിന്റെ വാതിൽ തുറന്നു തന്നതുകൊണ്ട്
ആ എടുത്ത ഒരു വാചകത്തിൽ, ആ വാക്യത്തിൽ മാത്രമാണ് ഇതുവരെ നിൽക്കുവാൻ ഇടയായിത്തീർന്നത്. അടുത്ത വാക്യത്തിലേക്ക് പോകുവാൻ കഴിയുന്നില്ല. നമ്മിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം, ആ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ആ വിശ്വാസം നമുക്ക് ലഭിച്ചത് വെറുതെയല്ല. അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. പോരാടേണ്ട ആ വിശ്വാസം നമുക്ക് അങ്ങനെ വിശ്വാസം ലഭിച്ചവർക്കെല്ലാം അത് ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഓരോരുത്തരും ഓരോരോ വിശ്വാസത്തിലായിരുന്നു. അത് പലതരം വിശ്വാസങ്ങളാണ്, പല ചിന്താഗതികളാണ്, തത്വസംഹിതകളിലായിരുന്നു. അവിടെ നിന്നാണ് നമ്മിൽ വെളിപ്പെട്ട് കിട്ടാനിരുന്ന വിശ്വാസത്തിന് വേണ്ടി ദൈവം നടത്തിയത്. ഒടുവിൽ നമുക്ക് ആ വിശ്വാസം വെളിപ്പെട്ട് കിട്ടി. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കത് വായിക്കാം. ഗലാത്യ ലേഖനം, പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം, അതിന്റെ സ്തോത്രം 3-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ. ഗലാത്യ ലേഖനം, അപ്പോസ്തലൻ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ. വിശ്വാസം വരുന്നതിന് മുൻപേ നമ്മിൽ വെളിപ്പെടാനിരുന്ന വിശ്വാസം. ഒരു ഡോക്ടർ മകൻ ഒരിക്കലും ഡോക്ടർ ആകുകയില്ല എന്ന് പറയാൻ പറ്റില്ല. ആകും. അതിൽ പഠിക്കണം, MBBS എടുക്കണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം പ്രാപിക്കണം. ഒരു ഡ്രൈവറിന്റെ മകൻ ഡ്രൈവർ ആകണമെങ്കിൽ അതിന് വണ്ടി ഓടിക്കാൻ പഠിക്കണം. ആയതുപോലെ വിശ്വാസിയുടെ മകൻ വിശ്വാസിയാകത്തില്ല. അവനിൽ വിശ്വാസം വരണം. ക്രൈസ്തവർ എന്ന പേരുകൊണ്ട് വീട്ടിൽ ജനിക്കുന്നവരെല്ലാവരും വിശ്വാസികളല്ല. അപ്പോൾ തന്നെ അവർ വിശ്വാസികളാണ്. എന്നാൽ വെളിപ്പെടാനിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, വിശ്വാസം വരും മുമ്പേ നമ്മിൽ വെളിപ്പെടാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ നമ്മളെ അടച്ചിരുന്നു. യഹൂദ ക്രിസ്ത്യാനികളോട്, മറ്റുള്ളവരോട് പറയാണ്, നിങ്ങൾ ഈ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് കർത്താവിന്റെ കാൽവറി മരണത്തെയും ആ മരണത്തിലൂടെ ഞങ്ങളുടെ മരണം മാറിപ്പോയി, യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടു, വിശ്വാസത്തിലായി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവസഭയോട് ചേർന്നു. ഈ വിശ്വാസം നിങ്ങൾ വരുന്നതിന് മുമ്പേ ന്യായപ്രമാണത്തിന് കീഴിൽ നിങ്ങളെ അടച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് ന്യായപ്രമാണം ഉണ്ടല്ലോ, ഞാൻ പ്രമാണം പ്രാപിച്ചവനാണല്ലോ, എന്റെ മാതാപിതാക്കൾ ഞാനും മുൻപും യാഗത്തിനും യോഗത്തിനും ഒക്കെ സംബന്ധിച്ചല്ലോ എന്ന് പറയുന്നവരോട് പറയാണ്, ആ ന്യായപ്രമാണം, നിങ്ങളെ അടച്ച് സൂക്ഷിച്ചിരുന്ന ന്യായപ്രമാണം ഇതര മതസംഹിതകളിലേക്കും ഇതര മത ഉപദേശത്തിലേക്കും പോകാതെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചിരുന്നല്ലോ. അതെന്തായിരുന്നു എന്നറിയാമോ? അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന്. നോക്കുക, അപ്പൊ വിശ്വാസം വരുന്നത് അടച്ചു സൂക്ഷിച്ചിരുന്നു. ആദ്യ വിശ്വാസം നീതീകരണമില്ല. ആദ്യ വിശ്വാസം പിന്നെ കർമ്മമാർഗത്തിൽ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. യാഗങ്ങളിലും ഇതര കാര്യാദികളിലും തുടർമാനമായി പോയിക്കൊണ്ടിരുന്നു. അതിനാൽ നീതീകരണം ആരും പ്രാപിച്ചില്ല. എന്നാൽ അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന്. സ്തോത്രം. വിശ്വാസത്താലാണ് നീതീകരണം, കർമ്മമാർഗത്താലല്ല. അത് മലകൾ കയറിയാൽ, പുണ്യയാത്രകൾ നടത്തിയാൽ, വിവിധതരം സ്നാനങ്ങൾ, വിവിധതരമായ കാര്യങ്ങൾ ചെയ്താൽ നീതീകരിക്കപ്പെടുന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. സ്തോത്രം.
നീതീകരിക്കപ്പെട്ടിട്ട് അപ്പൊ ആ നീതീകരിക്കപ്പെടുന്ന ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന് 24-25 വാക്യങ്ങൾ. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിനെ ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. സ്തോത്രം. ഇവിടെ പറയുന്നു, നാം ഒരു ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിക്കപ്പെട്ടത് എന്തിനായിരുന്നു? ക്രിസ്തുവിങ്കിലേക്ക് പോകുവാൻ. ആ ക്രിസ്തുവിങ്കിലേക്ക് നമ്മളെ അത് കൊണ്ടുപോയി. അതുകൊണ്ട് എനിക്ക് ക്രിസ്തുവിനെ അറിയാമല്ലോ, ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചതാ, ഞാൻ കുർബാന കൊണ്ടതാണ്, ഞാൻ മാമോദിസ ഏറ്റതാണ് എന്നിത്യാദി ഇന്നത്തെ ക്രൈസ്തവ ലോകം പറയുമ്പോൾ പഴയ നിയമ വിശ്വാസികൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞങ്ങൾ ആർക്കും അടിമകളല്ല, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്, ഞങ്ങൾക്ക് പ്രമാണം ലഭിച്ചവരാണ്. എന്നാൽ ഈ ലഭിച്ച പ്രമാണവും ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് ക്രിസ്തുവിന്റെ അടുക്കിലേക്കാണ്. ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ അവിടെ എത്തുന്ന ക്രിസ്ത്യാനിക്ക് ആണ്ടോടാണ്ട് ക്രിസ്മസ് ഇല്ല, ആണ്ടോടാണ്ട് ദുഃഖവെള്ളിയാഴ്ചയില്ല, ഈസ്റ്റർ ഇല്ല, അതൊരിക്കലായി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവേശു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പ്രസവ വേദന അനുഭവിക്കുന്നു. ഒരിക്കലായി യേശു ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം. അങ്ങനെ ഉരുവാകുവാൻ തക്കവണ്ണം നിങ്ങളൊരു വീണ്ടും ജനം ലഭിക്കേണ്ടതിനായി ഞാൻ പ്രസവ വേദന അനുഭവിക്കുന്നു എന്നാണ്. അതെ, ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക്, മറ്റുള്ളവർ കർത്താവിലേക്ക് അടുത്തുവരുവാൻ തക്കവണ്ണമുള്ളത് വേദന, ആ താല്പര്യം, എരിവ് ഒരു സ്ത്രീക്കുള്ള പ്രസവ വേദന പോലെയാണ്. സ്റ്റോപ്പ്. ഇവിടെ പറയാണ്, ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. അപ്പൊ ന്യായപ്രമാണം നമ്മളെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എത്തിക്കുകയാണ്. മുൻകാലങ്ങളിൽ കുടിപ്പള്ളിക്കുടം, ആശാൻ പള്ളിക്കുടം എന്നൊക്കെ മലയാളത്തിൽ നമ്മുടെ കൈരളിയിൽ ഉണ്ടായിരുന്നു, മലയാളക്കരയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അത് LKG UKG എന്നൊരനുഭവത്തിലേക്കാണ്. പ്രീ സ്കൂൾ 1-ാം സ്റ്റാൻഡേർഡിലേക്കും തുടർന്നുള്ള സ്റ്റാൻഡേർഡുകളിലേക്ക്, വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് പോകുവാൻ ആദ്യാക്ഷരം കുറിക്കുന്നത് പ്രീ സ്കൂളുകളിലാണ്, LKG UKG ക്ലാസ്സുകളിലാണ്. എന്നാൽ അവിടെ കൊണ്ട് വിദ്യാഭ്യാസം അവസാനിക്കുന്നില്ല. ഞാൻ LKG പഠിച്ചല്ലോ, UKG എത്തിയല്ലോ, ഇനി സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ ആദ്യാക്ഷരം മാത്രം ലഭിച്ച ഒരു വിദ്യാർത്ഥിയാകുകയാണ്. അവിടെ നിന്നുള്ള ലഭിച്ചതായ പഠനം തുടർ വിദ്യാഭ്യാസത്തിന് ഉതകുന്നതാണ്, തുടർ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മളെ നടത്തുന്നതാണ്. സ്റ്റോപ്പ്. ഇതുപോലെ തിരുവചനം പറയുന്നു, ന്യായപ്രമാണം നമ്മളെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തുന്നു. അങ്ങനെ നടത്തുമ്പോൾ നമ്മൾ ഭവിക്കുന്നതാണ് വെളിപ്പെടുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം വെളിപ്പെട്ടു കഴിഞ്ഞാൽ ലഭിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഏത് വിശ്വാസത്തിന് വേണ്ടിയാ പോരാടേണ്ടത്? ഏതിനു വേണ്ടിയാ മല്ല് കെട്ടേണ്ടത്? ഏതിനു വേണ്ടിയാ മുറുകെ പിടിച്ചു നിൽക്കേണ്ടത്? അതിനെക്കുറിച്ച് യൂദ അപ്പോസ്തലൻ ലഭിച്ച വിശ്വാസം നിലനിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ വിശ്വാസം ഏതാണ്? എന്റെ മാതാപിതാക്കളാൽ പൈതൃകമായി, പാരമ്പര്യമായി എനിക്ക് ലഭിച്ച വിശ്വാസമാണോ? അങ്ങനെ പറയുമ്പോൾ അതല്ല. പാരമ്പര്യമായും പൈതൃകമായും മാതാപിതാക്കളാലും സാമൂഹ്യപരമായി ലഭിച്ചിരിക്കുന്ന ഒരു വിശ്വാസമല്ല പ്രിയമുള്ളവരെ, മറിച്ച് നമ്മിൽ വെളിപ്പെടുവാനൊരു വിശ്വാസമുണ്ട്. ഞാനും 22 വയസ്സുവരെ ഒരു വിശ്വാസത്തിന് കീഴിലായിരുന്നു. അതൊരു സങ്കരയിന വിശ്വാസമായിരുന്നു. പിതാവ് യാക്കോബായാലും എന്റെ മാതാവ് CSIയിലുമായിരുന്നു. രണ്ടിലും ഉള്ള വിശ്വാസം വ്യത്യസ്തമായിരുന്നു. യാക്കോബായക്കാർ
മരിച്ചവർക്ക് വേണ്ടിയും മരിച്ചു പോയവരോടും പ്രാർത്ഥിക്കാറുണ്ട്. അതായത് ഒരു വ്യക്തി മരിച്ചാൽ അവരുടെ മരണാനന്തരം അവരുടെ ബന്ധുക്കളും ചാർച്ചക്കാരും ഉള്ളിടത്തോളം കാലം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, കുർബാന ചൊല്ലിക്കൊണ്ടേയിരിക്കും. കുഴിമാടത്തിൽ കല്ലറയിൽ ധൂപപ്രാർത്ഥന നടത്തിക്കൊണ്ടേയിരിക്കും. അത് മരിച്ചവർക്ക് വേണ്ടി. യാക്കോബായ ഓർത്തഡോക്സ്, യാക്കോബായ കത്തോലിക്ക ആളുകൾ ഇത് ചെയ്തിട്ട് മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, മരിച്ചവരോടും പ്രാർത്ഥിക്കാറുണ്ട്. മരിച്ചു പോയവർ അവരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തും. യാക്കോബായക്കാർക്കാണെങ്കിൽ മാതാവും പുണ്യവാളന്മാരും മനുഷ്യരിൽ നിന്ന് ഇപ്പൊ ഈ തലമുറയിലുള്ളത് പരിമല തിരുമേനി എന്ന് പറഞ്ഞ ആ മരിച്ചുപോയ ആളിനോടുമാണ് പ്രാർത്ഥന. കത്തോലിക്കർ പരിമല തിരുമേനിയോട് പ്രാർത്ഥിക്കാറില്ല, മറിച്ച് ഇതര വിശുദ്ധന്മാരോടും സെന്റ് ജോർജ് തുടങ്ങിയ പുണ്യവാളന്മാരോടും മാതാവിനോടും വിശുദ്ധന്മാരോടും പ്രാർത്ഥിക്കാം. മരിച്ചുപോയവരോ അവരോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ CSI മർത്തോമ ഇവാഞ്ചലിക്കൽ ആദിയായവർ മരിച്ചു പോയവരോട് പ്രാർത്ഥിക്കാറില്ല, അവരുടെ മരണ ദിവസം കൊണ്ടാടാറില്ല. മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകിച്ചും മരിച്ചു പോയവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പൂജകളും അപേക്ഷകളൊന്നുമില്ല. അതുകൊണ്ട് CSIക്കാരിയായിരുന്ന എന്റെ അമ്മച്ചി മരിച്ചു പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലാറില്ല, മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥന ചൊല്ലാറില്ല, കുർബാന ചെല്ലിക്കാറില്ല, അപ്പോൾ തന്നെ മരിച്ചു പോയവരോടും പ്രാർത്ഥിക്കാറില്ല. എന്നാൽ എന്റെ പിതാവിന്റെ വീട്ടുകാർ വ്യത്യസ്തമായിരുന്നു. ഇങ്ങനൊരു സങ്കര വിശ്വാസത്തിലാണ് ഞാൻ വളർന്നു വന്നത് എന്റെ 22 വയസ്സ് വരെ. എന്നാൽ എന്നിലൊരു വിശ്വാസം വെളിപ്പെട്ടു. സ്തോത്രം. ആ വെളിപ്പെട്ട വിശ്വാസം, ആ വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്നാണ് യൂദ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അത് യൂദ മാത്രമല്ല, കർത്താവും ശിഷ്യന്മാരും പൗലോസ് ഉൾപ്പെടെ എല്ലാവരും അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നാം പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്തത്. ഞാൻ വിശ്വസിക്കുന്നു, കരുതുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ സന്ദേശം നിമിത്തം ചിലരെങ്കിലും സത്യവിശ്വാസത്തിലേക്ക് വരികയും ഒരു വിശ്വാസത്തിലേക്ക് അവർ ഈ വിശ്വാസം വെളിപ്പെടുകയും ചെയ്തു. ആരെയും പ്രകോപിപ്പിക്കുവാനില്ല, ആരെയും വേദനിപ്പിക്കുവാനില്ല, മറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിലെ വിശ്വാസത്തെക്കുറിച്ച്, വിശ്വാസ സംഹിതയെയും കുറിച്ചാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഇവിടെ പറഞ്ഞു നമ്മൾ വെളിപ്പെടുവാനുള്ള വിശ്വാസം, ആ വിശ്വാസത്തിന് വേണ്ടി നമ്മെ അടച്ചു സൂക്ഷിച്ചിരുന്നു. അപ്പൊ അടച്ചു സൂക്ഷിച്ചിരിക്കുന്ന ആ വിശ്വാസത്തിൽ അതല്ല വിശ്വാസം, മറിച്ച് നമ്മിൽ വെളിപ്പെടുവാനുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം വെളിപ്പെട്ടു കഴിഞ്ഞാൽ അതിനു വേണ്ടി പോരാടണം. ഇല്ല എങ്കിൽ വന്നിടത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള പദ്ധതിയുണ്ട്. ഞാൻ ഓർക്കുന്നു, എന്റെ ഉപ്പാപ്പൻ, എന്റെ പിതാവിന്റെ അനുജൻ, പരുമലപ്പള്ളിയിലെ അസിസ്റ്റന്റ് മാനേജറായിരുന്ന മാത്യു സച്ചൻ, നന്നടത്തുപുരയ്ക്കിലെ മാത്യു സച്ചൻ, ഞാൻ ഇപ്രകാരം വിശ്വാസത്തിലേക്ക് വന്ന നിമിത്തം അദ്ദേഹം എന്നോട് വളരെ പോരാടി. അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റൊരു അച്ഛനായിരുന്നു മൂലയ്ക്കലച്ചൻ എന്ന് പറയും, അദ്ദേഹവും വളരെ ശക്തമായി എന്നോട് എതിർക്കുവാനിടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞു, മോനെ, കുഞ്ഞെ, നിന്നെ ഏതാ ബന്ധുക്കോസുകാർ കൂടോത്രം ചെയ്ത അതല്ല, ഇന്ത്യയുടെ കാവൽ പിതാവായ മർത്തോമാ ശ്ലീഹായുടെയും കർത്താവിന്റെ അമ്മയായ മറിയയുടെയും മേൽപ്പാടംകാരുടെ ഇതായിരിക്കുന്ന സെന്റ് കുര്യാക്കോസിന്റെയും പാവനമായ ചരിത്രവും വിശ്വാസവുമാണ് അനുഷ്ഠിക്കേണ്ടത്. അതിലേക്ക് നീ മടങ്ങി വരണമെന്ന് പറഞ്ഞ അടിയാറ്റോറും. ഒരിക്കൽ മൂലിക്കലച്ചൻ എന്നെ പരുമലപ്പള്ളിയുടെ അടുത്ത് വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്നു, വചനത്തെ ഒക്കാതെ വന്നപ്പോൾ ഞാൻ എന്റെ ബാഗിൽ നിന്ന് വേദപുസ്തകം എടുത്തു. അത് കണ്ടുടനെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അതിലെ ചില ചൊലുത്തുകളൊക്കെ വേദപുസ്തകം കണ്ട് പറഞ്ഞു, ഇല്ല, ഇനി നിന്നോട് ഞാൻ സംസാരിക്കാൻ ആളില്ല. ഞാൻ ചോദിച്ചു, അതെന്താ? നീ ബൈബിൾ എടുത്തു. ഞാൻ പറഞ്ഞു, അതല്ലേ സത്യം. അതാണ് സത്യം. പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് പൊയ്ക്കളഞ്ഞു. പോരാടണം. അങ്ങനെ പോരാടുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ചപ്പോൾ അത് തന്നെയാണ് യൂദ അപ്പോസ്തലൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചത്. മത്തായിയുടെ സുവിശേഷം അതിന്റെ
7-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചത്. യൂദാ പറഞ്ഞത് തന്നെയാണ് കർത്താവും പറഞ്ഞു. കർത്താവ് ഇതാണ് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15-ാമത്തെ വാക്യം. സ്തോത്രം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളു. കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കണം. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരും. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാവും. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചോണം. അതിനൊരു എക്സ്പ്ലനേഷൻ, ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് പൗലോസ് തന്നെയാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം 29 മുതൽ, അതിന്റെ 20-ാം അധ്യായത്തിന്റെ തുടക്കം മുതൽ നാം നോക്കിയാൽ നമുക്ക് വളരെ ആഴമേറിയ തിരുവചന സത്യങ്ങളെ കാണുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത ഒടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുന്നത് ഞാൻ അറിയും. നോക്കണമേ, യേശു കർത്താവ് പ്രബോധിപ്പിച്ച, ജനത്തെ ഉത്ബോധിപ്പിച്ച അതേ കാര്യം തന്നെ, അതേ വചനം എടുത്ത് അല്ലെങ്കിൽ അതേ കാര്യത്തെ തന്നെ പറഞ്ഞുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ പോയ ശേഷം എന്റെ നിര്യാണകാലം അടുത്തു. ഞാൻ പാനീയയാഗമായി, കർത്താവ് എനിക്ക് തന്ന ആലോചന പ്രകാരം ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടാൻ പോവുകയാണ്. ഞാൻ അങ്ങനെ പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട്, എന്റെ വിശ്വാസികളെ, ആസിയയിലുള്ളവരോടായി പറഞ്ഞത്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പോയ ശേഷം ആര് വരും? കൊടിയ ചെന്നായ്ക്കൾ. കർത്താവ് പറഞ്ഞു ചെന്നായി എന്നേ പറഞ്ഞു. ഇവിടെ പറഞ്ഞു കൊടിയ ചെന്നായ്ക്കൾ. കൊടിയ ചെന്നായ്ക്കൾ. ഈ ചെന്നായ്ക്കൾ വന്നാലുള്ള ഗുണം, അല്ലെങ്കിൽ വന്ന് എന്ത് ചെയ്യാൻ പോവുക? അവരെന്താ ചെയ്യുന്നേ? കൊടിയ ചെന്നായ്ക്കൾ വരും. അവരെന്ത് ചെയ്യും? ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി. സ്തോത്രം. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയും. ഏതൊരു കാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്തു നിന്ന്, സ്തോത്രം, ഏതൊരു സ്ഥലത്തു നിന്നാണോ മുന്നോട്ട് കൊണ്ടുവന്ന ആ ഭാഗത്തേക്ക് കൊണ്ടുപോകും. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങൾ അത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ തിരുവനന്തപുരത്ത് തന്നെ അങ്ങനെ ഒരാളെ കാണാൻ പറ്റി. നേരിൽ അദ്ദേഹവുമായി സംസാരിച്ചു. അതുപോലെ തന്നെയാണ് പണ്ട് കത്തോലിക്ക സമുദായത്തിൽ നിന്ന് വന്ന് കർത്താവിന് പ്രയോജനപ്പെട്ട് പിന്നെ സമൃദ്ധിയുടെ സുവിശേഷത്തിലേക്ക് പോയി ഇപ്പം വീണ്ടും കത്തോലിക്കയിലേക്ക് പോയ ഒരു കണ്ണൂരുകാരനുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല, പബ്ലിസിറ്റി ആവും. അദ്ദേഹം ഇപ്പൊ തിരിച്ച് ആ ഭാഗത്ത് എവിടെ നിന്ന് വന്നോ അവിടേക്ക് തന്നെ വന്നു. അവിടെ മലയാള ചൊല്ലുണ്ട്, മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായെന്ന്. ആയതുപോലെ ഏതൊരു ലാവണത്തിൽ എവിടെയായിരുന്നോ അവിടേക്ക് തന്നെ തിരിച്ചുപോയി. അങ്ങനെ പോയ ഒരു യാക്കോബക്കാരനെ ഞാൻ തിരുവനന്തപുരത്ത് കാണാനിടയായി തീർന്നു. വളരെ ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു എന്നാണ് കേട്ടത്. എന്റെ മകന്റെ സ്നേഹിതനായൊരു ഡോക്ടർ, എന്റെ മകനോടൊപ്പം ജോർജിയയിൽ പഠിച്ചതായൊരു ഡോക്ടർ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ആ മകൻ, അദ്ദേഹത്തിന്റെ കൂടെ വന്നതായ കൂട്ടുകാരനായ ആളോട് ചോദിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്നത് സ്നാനപ്പെട്ടതാ എന്ന് പറഞ്ഞു. കുറച്ചു നാളിലേക്ക് ഞാൻ പിന്മാറിപ്പോയി. അതെന്ത് പറ്റി? എന്നെ സ്നാനപ്പെടുത്തിയ ആൾ എന്ന് വിശ്വാസമില്ല. അദ്ദേഹം വീണ്ടും യാക്കോബയിലേക്ക് പോയി. എന്നാൽ ഈ ചെറുപ്പക്കാരനെ ദൈവമായ കർത്താവ് കണ്ടതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് അവൻ പിന്മാറിപ്പോയി. എങ്കിലും ദൈവം കണ്ടതുകൊണ്ട് വീണ്ടും ദൈവസഭയുമായുള്ള ബന്ധത്തിലേക്ക് വന്നു. ഇപ്പോൾ ആരാധനയ്ക്ക് പോകുന്ന സമയത്താണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത്. അന്ന് മുതൽ ഞാൻ ഈ മകനെ സ്നാനപ്പെടുത്തിയ ആളെ തപ്പി നടക്കുക. ദൈവമായിട്ട് തേടിയ വള്ളി കാലെ ചുറ്റും പറഞ്ഞ ദൈവം എന്നല്ല. അങ്ങനെ അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹം വളരെ പറഞ്ഞ കാര്യങ്ങൾ പൊതുവിൽ പറയാൻ ബുദ്ധിമുട്ടാ. ഇവിടെ പറയുകയാണ്, ഈ കൊടിയ ചെന്നായ്ക്കൾ എന്ത് ചെയ്യും? ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയും. എന്ന് സമുദായസ്ഥർ ഇങ്ങനെ വന്നവരെ പുറകോട്ട് വലിക്കുക. തിരിച്ചു വരണം. ഇവർ കൊടിയ ചെന്നായ്ക്കളായി ശിഷ്യന്മാരെ. അപ്പൊ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പെന്തക്കോസ്തുകാരെ അല്ലല്ലോ പാസ്റ്ററിനെ ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, ആദ്യം പെന്തക്കോസ്തുകാർക്ക് അല്ലെങ്കിൽ ദൈവസഭക്കാർക്കുണ്ടായിരുന്ന പേര് ശിഷ്യന്മാരെന്നാണ്. കർത്താവ് തന്നെയാണ് പറഞ്ഞത്, ആകയാൽ പോകുവീൻ, സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പീൻ, ഞാൻ നിങ്ങളോട് ഉപദേശിച്ചൊക്കെ അവരെ പഠിപ്പിപ്പീൻ
എന്നിട്ടോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിച്ച് ശിഷ്യരാക്കാനാ കർത്താവ് പറഞ്ഞത്. സകല ജാതികളെ ശിഷ്യരാക്കുവിൻ, പോകുവിൻ, ഭൂലോകം മുഴുവൻ പോയി, അൾട്ടർമോസ്റ്റ് പാർട്ട് ഓഫ് ദ വേൾഡ്, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ പോകുവിൻ, അൾട്ടർമോസ്റ്റ് അവസാനത്തോളം എല്ലാ സ്ഥലത്തും പോകുവിൻ, എന്നിട്ട് ചെന്ന് പ്രസംഗിക്കണം. പ്രസംഗിച്ച് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. ഇത് കർത്താവിന്റെ ഉപദേശമാണ്. സ്തോത്രം. അങ്ങനെ ഈ ഉപദേശം പറഞ്ഞ കർത്താവ് എല്ലാ സകലരെ ശിഷ്യരാക്കാൻ പറഞ്ഞു. തുടർന്ന് നമ്മൾ വായിച്ചു വരുമ്പോഴത്തേക്ക് ശിഷ്യന്മാർ പോയി, ശിഷ്യന്മാർ പെരുകി. എന്നാൽ അടുത്ത് പറയുന്നത്, എന്നാൽ അന്ത്യോക്യയിൽ വെച്ച്, അപ്പോസ്തലപ്പെടുത്തിയ പുസ്തകമാണ്, അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ക്രിസ്താനുഗാമികൾ, ക്രിസ്തുവിന്റെ അനുയായികൾ, ശിഷ്യന്മാർക്ക് ലഭിച്ച പേരാണത്. അതുവരെ ഒറ്റ പേരാണ് ഡിസൈപ്പിൾസ്, ശിഷ്യന്മാർ. എന്നാൽ അന്ത്യോക്യയിൽ എത്തിയപ്പോൾ അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് പൊതുവിൽ ലഭിക്കാനിടയായി തോന്നുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. അന്ത്യോക്യയിൽ ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. അപ്പോൾ ഈ കൂടി വന്നവർ ശിഷ്യന്മാർ പേരിൽ അറിയപ്പെട്ടുവെങ്കിലും അവർ വർദ്ധിച്ചു വന്നപ്പോൾ ആളുകൾ ചോദിച്ചു, ഇവരെല്ലാം എവിടോട്ടാ പോന്നേ? ക്രിസ്തുവിനെ അനുഗമിക്കാൻ പോകേണ്ടവർ ക്രിസ്ത്യാനികൾ എന്നു പേരായി. കേരളക്കരയിൽ മലങ്കരയിൽ നസറാണികൾ എന്ന പേര്, നസറായന്റെ പിന്നാലെ പോയി എന്നാ പറയപ്പെടുന്നത്, നസറാണി എന്ന പേര് വന്നത്. എന്നാൽ വേറെ പുസ്തകം നസറാണി എന്ന പേരില്ല. നസറായന്റെ പിന്നാലെ പോയവരെ നസറാണി എന്ന് ബൈബിൾ എഴുതിയിട്ടില്ല, വേറെ പുസ്തകത്തിലില്ല, വേദത്തിലില്ല. എന്നാൽ ഇവിടെ കാണുന്നത് ശിഷ്യന്മാരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുവാൻ ഇടയായി തീർന്നു. വളരെ ചുരുക്കം സ്ഥലത്ത് മാത്രമേ ക്രിസ്ത്യാനി എന്ന പദപ്രയോഗം നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കത്തുള്ളൂ. മറ്റൊന്ന് കാണുന്നത് പത്രോസിന്റെ ലേഖനത്തിലാണ്. പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ കാണുന്നത്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും അപ്പൊ ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനി എന്ന പേരുണ്ടായി. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും അതിനകത്ത് സന്തോഷിക്കണം എന്ന് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു. അങ്ങനെ മറ്റു ചില സ്ഥലങ്ങളിൽ മാത്രമേ ക്രിസ്ത്യാനി എന്ന പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ പെന്തക്കോസ്തുകാരെന്ന പേര് എവിടെ നിന്നാണ് കിട്ടിയത്? ശിഷ്യന്മാരെ, ക്രിസ്തുവിനെ അനുഗമിച്ച ശിഷ്യന്മാരെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞതുപോലെ 50-ാം ദിവസം ഉത്സവമായ പെന്തക്കോസ്ത് പെരുന്നാളിൽ അന്യഭാഷ അടയാളത്തോടുകൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട്, റൂഹായാൽ നിറയപ്പെട്ട്, സത്യത്തിലും ആത്മാവിലും ആരാധിച്ച ജനത്തെ, വേദപുസ്തകത്തിൽ അങ്ങനെയല്ല, പുതിയ നിയമ സഭയായ നമ്മുടെ കേരളക്കരയിൽ പെന്തക്കോസ്ത് അനുഭവം, അതായത് അന്യഭാഷ പറഞ്ഞ് പാടി ദൈവത്തെ ആരാധിച്ച, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്ന, അന്യഭാഷയിൽ അത് കഴിഞ്ഞ് പ്രവചിക്കുന്ന ആളുകളെ അന്ന് പെന്തക്കോസ്ത് നാളിൽ മറുഭാഷ പറഞ്ഞു എന്ന കാരണത്താൽ, അന്യഭാഷ പറഞ്ഞെന്ന കാരണത്താൽ നമ്മുടെ കേരളക്കരയിൽ, മലയാളക്കരയിൽ ചാർത്തിക്കൊടുത്ത പേരാണ് പെന്തക്കോസ്തുകാർ. ഒടുവിൽ അത് അങ്ങനെ തന്നെ അങ്ങ് അറിയപ്പെടാൻ ഇടയായി തീർന്നു. ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനി എന്ന പേര് ലഭിച്ചതുപോലെ കേരളക്കരയിൽ, മലയാളക്കരയിൽ, മലയാള മണ്ണിൽ സമുദായസ്ഥക്കാരിൽ നിന്നും ഇതര മത അനുയായികളിൽ നിന്നും വേർപെട്ട ദൈവസഭയിലേക്ക്, ദൈവസന്ധിയിലേക്ക് വന്ന ആളുകളെ പൊതുവിൽ വിളിച്ച പേരാണ് പെന്തക്കോസ്തക്കാർ. അതുകൊണ്ട് ആ പേരിൽ പിന്നെ അവരറിയപ്പെട്ടു. അങ്ങനെയാണ് ഇന്ത്യൻ പെന്തക്കോസ്തൽ ചർച്ച് ഓഫ് ഗോഡ്, IPC എന്ന് വന്നത്. എന്നാൽ
ചിലത് ചർച്ച് ഓഫ് ഗോഡ് എന്ന് മാത്രം അറിയപ്പെടുന്നത് ദൈവസഭ. സ്തോത്രം. അങ്ങനെയാണ് പുതിയ അല്ലെങ്കിൽ ഈ ആളുകളിൽ നാം പെന്തക്കോസ്തുകാരൻ അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്. കിട്ടിയോ? ക്രിസ്ത്യാനിയുടെ കഷ്ടം. പത്രോസിന്റെ 1 ലേഖനം 4 അധ്യായത്തിന്റെ 16 വാക്യത്തിൽ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. ഈ നാമം ക്രിസ്ത്യാനി എന്ന നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രേ വേണ്ടത്. ആമേൻ. ആ രൂപം ധരിച്ചല്ല, കുരിശ് ധരിച്ചല്ല, കൊന്തയും വെന്തിങ്ങായും ധരിച്ചല്ല, ഇതര വേഷഭൂഷാദികൾ ധരിച്ചല്ല, ആ നാമം ധരിച്ച് ആ പേരുകാരനായി ക്രിസ്ത്യാനി എന്ന പേര് കിട്ടിയാൽ കഷ്ടം സഹിക്കുന്നവനായി മാറും. സ്തോത്രം. അങ്ങനെയാണ് പെന്തക്കോസ്തുകാരൻ എന്ന പേര്, പെന്തക്കോസ്തുകാരി എന്ന പേര് ആ നാമം ധരിച്ചപ്പോൾ, അതുകൊണ്ടാണ് പെന്തക്കോസ്തുകാർക്ക് ആരംഭകാലത്തിൽ മറ്റൊന്നും ധരിക്കാനില്ലായിരുന്നു. ആഭരണം ധരിക്കുമായിരുന്നില്ല, മിന്നുമാല പോലും അവർ ധരിക്കുമായിരുന്നില്ല, കാശുരൂപമോ കൊന്തയോ അവർ ധരിച്ചിരുന്നില്ല, മോതിരം ഇത്യാദി കാര്യങ്ങളൊന്നും ആരംഭകാല പെന്തക്കോസ്തുകാർ ധരിച്ചിരുന്നില്ല. അവർ ധരിച്ചിരുന്നത് ഇതായിരുന്നു, ആ നാമത്തെ ധരിച്ചു, ആ നാമത്തെ വഹിച്ചു. സ്തോത്രം. അത് കഷ്ടതയുടെയായിരുന്നു, പ്രയാസത്തിന്റെ ആയിരുന്നു, ഉപദ്രവത്തിന്റെയും നെഗ്ലക്ട് ചെയ്യുന്ന, ഉപദ്രവിക്കുന്ന, തള്ളിക്കളയുന്ന മാർഗമായിരുന്നു. ആദ്യകാലങ്ങളിൽ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നവർ ഏറെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചു. ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാരവരെ പുറത്താക്കി. അവരുടെ ഭവനങ്ങളിൽ നടക്കുന്ന വിവാഹം, മരണം ആദിയായതിലൊന്നും അവരെ പങ്കെടുപ്പിച്ചിരുന്നില്ല. വിദ്യാഭ്യാസം മുടക്കി, ജോലിയിൽ നിന്ന് പുറത്താക്കി. എന്തിനധികം വസ്തുവകകൾ പോലും, അവകാശപ്പെട്ട മാതാപിതാക്കളിൽ ലഭിക്കേണ്ട വസ്തുവകകൾ പോലും ആരംഭകാല പെന്തക്കോസ്തുകാർക്ക് ലഭിച്ചിരുന്നില്ല. ആട്ടിപ്പുറത്താക്കി, പേപ്പട്ടിയെപ്പോലെ ഓടിച്ചു, ഉപദ്രവിച്ചു. അങ്ങനെ സ്ത്രീ പുരുഷന്മാർ, സഹോദരി സഹോദരന്മാർ, ദൈവദാസന്മാർ, പ്രിയപ്പെട്ടവർ ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചവർ വളരെയേറെ കഷ്ട സഹിച്ചു. അതിലുള്ള ഒരാളാണ് ഹന്നമ്മ മാമൻ എന്ന് പറയുന്നതായ കർത്തദാസി. ഇന്ന് ദൈവം ഭാഗിയായിരിക്കുന്നു. അങ്ങനെ അന്ന് അവർ പാടിയ പാട്ടാണ് ലോകമാം ഗംഭീര വാരുതിയിൽ എന്ന പാട്ട്. സ്തോത്രം. ലോകത്തിൻ ബാലത, കോമളത്വം, വസ്തുവകകൾ, പൊന്നാണയങ്ങൾ, സ്ഥാനങ്ങൾ, മാനങ്ങൾ, ഇതൊക്കെ നശ്വരമാണ്, നശിച്ചു പോകുന്ന. ഇതൊന്നും എനിക്ക് വേണ്ട. മേലുള്ള യെരൂശലേം നിത്യഗ്രഹം. സ്തോത്രം. അതുകൊണ്ടാണ് മറ്റൊരാൾ പാടിയത്, നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിന്. സ്തോത്രം. നാഥന് മുൾമുടി നൽകിയ ലോകത്തില് നിങ്ങൾ തരുന്ന, ചാർത്തി തരുന്ന ഷെവലിയാറോ ആയതുപോലുള്ള മറ്റുള്ളതായ മലങ്കര പ്രമുഖനോ ഇത്യാദി പേരുകളൊന്നും എനിക്ക് ആവശ്യമില്ല. യേശു കർത്താവിന് നാമം മതി എന്ന് പറഞ്ഞിറങ്ങിത്തിരിച്ചു. അതുകൊണ്ട് രാഷ്ട്രീയമായി അവർ അവഗണിക്കപ്പെട്ടവരായിരുന്നു, സാമൂഹ്യപരമായി അവഗണിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ ഇന്ന് ഈ ആടുകളുടെ വേഷം പൂണ്ട ചെന്നായ്ക്കൾ, കൊടിയ ചെന്നായ്ക്കൾ, അവരുടെ വിപരീത ഉപദേശത്തിൽ പെട്ടുപോയ പെന്തക്കോസ്തുകാർ വഴിയെ പോകുന്ന ഒരു രാഷ്ട്രീയക്കാരനെയും വിടുകയില്ല. അതാണായാലും പെണ്ണായാലും, പ്രധാനമന്ത്രിയായാലും, പ്രസിഡന്റായാലും, മുഖ്യമന്ത്രിയായാലും, ആരോഗ്യമന്ത്രിയായാലും, ഏത് മന്ത്രിയായാലും, MLA ആയാലും വിടുകയില്ല. ദൈവവചനം പറഞ്ഞ സ്റ്റേജിൽ അവരെ ഇരുത്തുകയും അവരേക്ക് ആശംസ എന്ന് പറഞ്ഞ പേര് സംസാരിക്കാൻ സമയം കൊടുക്കുകയും അവരുടെ ശ്ലോകങ്ങളും മറ്റും ചൊല്ലുകയും പിന്നെ പെന്തക്കോസ്തുകാരെ ഒന്ന് ശ്ലാഘിച്ചുയർത്തിയേച്ച് അതിനകത്ത് മായം കലർത്തി, വിഷം കലർത്തി ആ സ്റ്റേജിൽ അവരിറങ്ങിപ്പോവുക. സ്തോത്രം. ആരംഭകാലത്ത് അങ്ങനല്ലായിരുന്നു. ആരംഭകാലത്ത് അവരെ ആരും അവിടെ നിന്ന് കയറ്റിയിരുന്നില്ല. മരച്ചുവടുകളിലും വീടുകളിലേക്ക് അവർ ഓടി. ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. പലതും മുടക്കപ്പെട്ടു, പലതും തടയപ്പെട്ടു. എങ്കിലും കർത്താവിന്റെ കൃപയും കൂടുണ്ടായിരുന്നതുകൊണ്ട് മരണത്തിലും, പാമ്പ് കടിച്ചപ്പോഴും, പേപ്പട്ടി കടിച്ചപ്പോഴും, വന്യമൃഗങ്ങളുടെ മുമ്പിലും
മാറാത്ത വ്യാധികളും രോഗത്തിന്റെ മുമ്പിലും തളർന്നു പോയില്ല. ചിലരെല്ലാം രക്തസാക്ഷികളെ പോലെയായി തീർന്നു. എങ്കിലും വിശ്വാസം വിട്ടുപോകാതെ ഉലയാറെ നിൽക്കുവാൻ തക്കോണം ഇടയായി തീർന്നു ആരംഭകാല വിശ്വാസികൾ. സ്തോത്രം. എന്നാൽ ഇതാ പൗലോസ് ആസിയയിൽ വന്നപ്പോൾ ആസിയുള്ള വിശ്വാസികളോട്, പ്രിയമുള്ളവരെ, ഞാൻ പോവുകയാ. അന്ന് പൗലോസ് പോയപ്പോൾ കൊടി ചെന്നായ്ക്കൾ സഭയ്ക്കകത്ത് കയറിയെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് പുറത്തു പോയപ്പോൾ സകല ചെന്നായ്ക്കളും അകത്ത് കയറി, പാനലുകാരകത്ത് കയറി, സാമ്പത്തികമുള്ളവർ അകത്ത് കയറി, റിട്ടയർ ആയവർ, അരക്കൈ ഷർട്ടുമായി നടന്നവർ മുഴുക്കൈ ഷർട്ടുമായി അകത്ത് കയറി, മേൽമീശയും പൊടിമീശയും വെച്ച് നടന്നവർ, മീശ പഠിച്ച ബന്ധക്കോസല്ല അകത്ത് കയറി പുസ്തകമെടുത്തു. അവർ പുൾപിറ്റുകൾ അല്ലെങ്കിൽ വേദികൾ കൈക്കലാക്കി. കൺവെൻഷൻ സ്റ്റേജുകളിലും മാസയോഗത്തിനും ആരാധനാ യോഗങ്ങൾക്ക് അവർക്ക് മുഖ്യസ്ഥാനം വന്നു. അങ്ങനെ വന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് പുറത്തുപോയി. പരിശുദ്ധാത്മാവ് പുറത്തുപോയിക്കൊണ്ട് കയ്യാങ്കളി അകത്ത് കയറി. അനുതാപമില്ലാത്ത ഹൃദയത്തോടുകൂടി വന്നു. അയ്യോ, ക്ഷമിക്കണം, എനിക്ക് ഇളയവനോട്, എനിക്ക് മൂത്തവനോട്, പ്രായത്തിൽ മൂത്തവനോട് ഞാൻ സംസാരിച്ചു പോയി. ഞാൻ കരമുയർത്തി, നാവ് ഉയർത്തി. അയ്യോ, തിരുവചനം പറഞ്ഞു എന്റെ പ്രവാചകന്മാർക്ക്. സ്തോത്രം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യവും സങ്കീർത്തനങ്ങൾ 105-ന്റെ 15-ാമത്തെ വാക്യവും ഒരുപോലെ പറയുന്നു. 1 ദിനവൃത്താന്തം 16-22 സ്തോത്രം. വളരെ ശക്തമായി ദൈവിക ആലോചനയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ശക്തമായ ദൈവിക ആലോചന. 1 ദിനവൃത്താന്തം 16-22. ഇങ്ങനെ അവർ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്നു. 1 ദിനവൃത്താന്തം 16-22 16-22. എന്റെ അഭിഷിക്തന്മാരെ തുടരുത്, എന്റെ അഭിഷക്തന്മാരെ തുടരുത്. എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷം. എന്റെ അഭിഷക്തൻ, എന്റെ അഭിഷേകം വീണവൻ, എന്റെ പെട്ടകം ചുമക്കുന്നവൻ, എന്റെ പുസ്തകം എടുത്തവനെ തുടരുതെന്നാണ്. തോണ്ടാൻ അനുവാദമില്ല, തൊടാൻ അനുവാദമില്ല. അങ്ങനെയാണെങ്കിൽ അടിക്കാൻ അനുവാദമുണ്ടോ? ഉപദ്രവിക്കാൻ അനുവാദമുണ്ടോ? അത് കൈ കൊണ്ടായാലും നാവ് കൊണ്ടായാലും ആയുധം കൊണ്ടായാലും പണം കൊണ്ടായാലും കേസ് കൊണ്ടായാലും എന്റെ അഭിഷക്തന്മാരെ തുടരുന്ന ദൈവവചനം പറയുമ്പോൾ സ്ഥാപിത സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി തൊടുവാൻ അവസരമുണ്ടോ? സ്തോത്രം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകത്തിൽ പറഞ്ഞത് തന്നെയാണ് സങ്കീർത്തനങ്ങൾ 105-ന്റെ 15-ാമത്തെ വാക്യത്തിൽ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്റെ അഭിഷിക്തന്മാരെ തുടരുത്, എന്റെ അഭിഷിക്തന്മാരെ തുടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും വരുത്തരുത് എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, എന്റെ അനുഭവത്തിൽ ഇതുണ്ടായി. എന്റെ ഭവനത്തിൽ ഞാനാണ് ആദ്യം വിശ്വാസത്തിലേക്ക് വന്നത്. അതേ തുടർന്ന് എന്റെ അമ്മച്ചി വിശ്വാസത്തിലേക്ക് വന്നു. സ്നാനപ്പെടാൻ തയ്യാറായി. പക്ഷേ അന്ന് ഞങ്ങൾ കൂടി നടന്ന സഭയിലെ പാസ്റ്റർ അമ്മച്ചിയെ സ്നാനപ്പെടുത്തുകയല്ല. അതിന് കാരണം അച്ചാച്ചൻ കൂടെ, എന്റെ പിതാവ് കൂടെ വന്നിട്ട് സ്നാനപ്പെടുത്താം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്റെ പിതാവാണെങ്കിൽ വിശ്വാസം വരുന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ ഉപവാസവും പ്രാർത്ഥന നടക്കുക 3, 7, 21 തുടങ്ങി വീട്ടിൽ ഉപവാസ പ്രാർത്ഥന. എന്റെ പിതാവിന്റെ മദ്യപാനം മാറുവാൻ, എന്റെ പിതാവ് രക്ഷിക്കപ്പെടുവാൻ, എന്റെ സഹോദരന്മാർ രക്ഷിക്കപ്പെടുവാൻ, ദേശത്തിന് വേണ്ടി ഇങ്ങനെ ഉപവാസ പ്രാർത്ഥന നടക്കുക. എന്നാൽ ഈ പ്രാർത്ഥനയിൽ എന്റെ അമ്മച്ചി തീരുമാനമെടുത്തു, കർത്താവിന് ഹൃദയം കൊടുത്തു. എന്റെ അച്ചാച്ചൻ ഒരു പൊട്ടിക്ക് അടുക്കുകയല്ല. അങ്ങനെ വന്നപ്പോൾ എന്റെ ബന്ധുവായിരുന്ന എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരനായ കസിനായിരുന്ന പാസ്റ്റർ, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അമ്മച്ചി വിശ്വാസി വന്നു, സ്നാനപ്പെടാൻ തയ്യാറായി. പക്ഷേ പാസ്റ്റർ സ്നാനപ്പെടുത്തുന്നില്ല, അച്ചാച്ചൻ വരട്ടെ എന്ന് പറഞ്ഞിരിക്കുക. അതാണോ വേണ്ടത്? അമ്മച്ചി മരിച്ചു പോയാൽ അപ്പനൂടെ മരിച്ചിട്ടാണോ കുഴിച്ചിടുന്നത്? സ്നാനം മരണ അടക്കമാണല്ലോ. അങ്ങനെങ്കിൽ അപ്പനൂടെ വന്നിട്ട് അല്ലെങ്കിൽ ഭർത്താവ് കൂടെ മരിച്ചിട്ട് ഒരുമിച്ച് അടക്കാൻ ടീച്ചറെ ഈ പാസ്റ്റർ പറയുവോ? അങ്ങനല്ലേ എന്ന് ഞാൻ അങ്ങോട്ട് കയറി ചോദിച്ചു. കാരണം എന്റെ കസിനായ, എന്റെ സഹോദരനായ പറഞ്ഞു, നീയും സുവിശേഷ വേല ചെയ്യുന്നവനല്ലേ, അതുകൊണ്ട് ആ ദൈവദാസനോട് ചെന്ന് പറ, ശരിയല്ല, അമ്മച്ചിയെ സ്നാനപ്പെടുത്തുക, അല്ല എങ്കിൽ ഞങ്ങൾ വേറെ എവിടെങ്കിലും കൊണ്ട് സ്നാനപ്പെടുത്തുമെന്ന് പറയാൻ പറഞ്ഞു. എനിക്ക് പെന്തക്കോസുകാരനായ പാസ്റ്ററായ എന്റെ സഹോദരന്റെ ജ്യേഷ്ഠന്റെ
കസിൻ സഹോദരന്റെ വാക്ക് വളരെ ആശ്വാസവും സഹായവുമായി തോന്നി. ഞാന് ഇത് എന്നാ ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് ഞാന് ഞങ്ങളുടെ സഭയിലെ പാസ്റ്ററെ കാണാൻ പോവാ. ഞാൻ വീട്ടിൽ നിന്ന് ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങുവാൻ വാഹനം എടുക്കാൻ തുടങ്ങുമ്പോൾ എന്നോട് ശബ്ദം, നീ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞു, അമ്മച്ചിയെ സ്നാനപ്പെടുത്താൻ പാസ്റ്ററോട് പറയാൻ പോവാ, ഇല്ലെങ്കിൽ വേറെ സ്നാനപ്പെടുത്തുമെന്ന് പറയാൻ പോവാന്ന് പറഞ്ഞു. തിരിച്ചു പോകാൻ പറഞ്ഞു. ഞാൻ തിരികെ എന്റെ വീട്ടിലേക്ക് വന്നു. നിന്റെ പുസ്തകം എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഞാൻ പുസ്തകം തുറന്നു. ആ സമയത്ത് എന്റെ കണ്ണിൽ കണ്ടത് പോലെ എന്നോട് പറഞ്ഞ വാക്യം ഇതാണ്. 105 സങ്കീർത്തനത്തിന്റെ ഈ വാക്യം, 15 വാക്യം, എന്റെ അഭിഷക്തന്മാരെ തൊടരുത്. ഓ, ഞാൻ ഞെട്ടിപ്പോയി. അഭിഷക്തനായ കർത്താവിന്റെ ദാസനോട് ഞാൻ കൈകൊണ്ട് അടിക്കാനും വാതുകൊണ്ട് തല്ലാനും അല്ല പോയത്. അദ്ദേഹത്തെ സ്ഥലം മാറ്റാൻ വേണ്ടി ഒപ്പുശേഖരത്തിലല്ല പോയത്. അദ്ദേഹത്തെ സ്ഥലം മാറ്റുമെന്ന് പറയാനല്ല പോയത്. മറ്റൊരു ദോഷവും മാനുഷികമായ ഒരു ദോഷവും പറയാനല്ല പോയത്. ആത്മീയമായൊരു വിഷയത്തിൽ എന്റെ അമ്മച്ചിക്ക് വേണ്ടി ഒരു നിലപാടെടുക്കുവാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങണം എന്ന് പറയാൻ എന്നാണ് എന്റെ ചിന്ത. മാനുഷികമായി ഇത് പറയാനാണ് ഞാൻ പോണത്. ഒരു പക്ഷേ മറ്റൊരു പറയാം, അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാനല്ല, അടിക്കുവാനല്ല, മറ്റൊന്നുമല്ല. ഇക്കാര്യം ഒന്ന് തെര്യപ്പെടുത്തുവാൻ, ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി പോവുക. പക്ഷെ കർത്താവ് എന്റെ അഭിഷക്തന് വിരോധമായിട്ടാണ് നീ സംസാരിക്കാൻ പോവുക. ഓ, കിട്ടിപ്പോ ഞാൻ പുസ്തകം മടക്കി വെച്ചു, മുട്ടേ നിന്ന് പറഞ്ഞു, കർത്താവെ ക്ഷമിക്കണമേ. അന്ന് എനിക്ക് 23 വയസ്സേ ഉള്ളൂ. കർത്താവെ ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ. നിന്റെ സമയത്ത് എന്റെ അച്ചാച്ചനും എന്റെ അമ്മച്ചി സ്നാനപ്പെട്ടാ മതി എന്ന് പറഞ്ഞു. എന്റെ പിതാവും എന്റെ അമ്മച്ചി സ്നാനപ്പെടുന്നത് നിന്റെ സമയത്ത് മതി. ആ കർത്തദാസൻ പറഞ്ഞിരിക്കുന്ന പോലെ എന്റെ അച്ചാച്ചനും മാനസാന്തത്തിൽ സ്നാനപ്പെടുന്നത് മതിയെങ്കിൽ അങ്ങനെ മതി കർത്താവേ. സ്തോത്രം. ഞാൻ ദൈവത്തോട് ക്ഷമ പറഞ്ഞു, എന്റെ ജോലിക്ക് പോയി. എന്നാൽ എന്റെ അമ്മച്ചിയാണ് ആദ്യം സ്നാനപ്പെട്ടത്. അച്ചാച്ചൻ സ്നാനപ്പെട്ടില്ല അമ്മച്ചിയോടൊപ്പം. അതായിരുന്നു ദൈവഹിതം. അതിനുശേഷം നാളുകൾക്ക് ശേഷമാണ് എന്റെ അച്ചാച്ചൻ സ്നാനപ്പെട്ടത്. അന്ന് എന്നോട് കർത്താവ് പറഞ്ഞത്, എന്റെ അഭിഷക്തന്മാരെ തുടരുത്, എന്റെ അഭിഷക്തന്മാരെ തുടരുത്. സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവ് അതുകൊണ്ട് പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, ഈ ശുശ്രൂഷകന്മാർ അല്ലെങ്കിൽ അവിടെ ആയിരുന്ന ആളുകൾ കർത്താവിന്റെ ദാസന്മാരല്ല, പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നവർ, അവരെ വിപരീത ഉപദേശം പറഞ്ഞ് കൊണ്ടുപോകുന്ന കൊടിയ ചെന്നായ്ക്കളുണ്ട്. ഈ കൊടിയ ചെന്നായ്ക്കൾ അവർ ചെയ്യുന്നത് ശിഷ്യന്മാരെ തങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്ന വിപരീത ഉപദേശം പറഞ്ഞ ആളുകളാണ് കള്ളപ്രവാചകന്മാർ. അവരെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് പറഞ്ഞായിരുന്നു. ആ പറഞ്ഞ ഇതാണ്, അവർ പല്ലിന് വല്ലതും കൊടുത്താൽ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർക്ക് നല്ലതുപോലെ എടുപ്പത് കാശ് കിട്ടിയാൽ നല്ലപോലെ പ്രവചിക്കും, ഇല്ലെങ്കിൽ ശാപവും ദോഷവും പ്രവചിക്കുന്ന പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞ റെഫറൻസ് പറയാതെ നിർത്തിയത്. മീഖാ പ്രവാചക പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. മീഖാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇന്നും പലർക്കും ഇതേ അനുഭവത്തിലൂടെ പോകുന്നവരുണ്ട്. അവരാണ് കടിച്ചു കീറി ചെന്നായ്ക്കൾ. സ്തോത്രം. 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. എന്റെ ജനത്തെ തെറ്റിച്ചു കളയുകയും, എന്റെ ജനത്തെ വിപരീത എന്റെ ജനത്തെ തെറ്റിച്ചു കളയുകയും, പല്ലിന് കടിക്കുവാൻ വല്ലതുമുണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുകയും. സ്തോത്രം. പല്ലിന് കടിക്കുവാൻ വല്ലതും ഉണ്ടെങ്കിൽ സമാധാനം എന്ന് പറഞ്ഞാൽ, എടുപ്പത് പണം കൊടുത്താൽ, ഡോളർ കൊടുക്കുന്നുവെങ്കിൽ, ആടും മാടും ഒക്കെ കൊടുക്കുന്നുവെങ്കിൽ, വസ്ത്രങ്ങൾ എടുത്തു കൊടുത്താൽ, വാഹനമുണ്ടെങ്കിൽ കൊടുത്താൽ, അങ്ങനെ പ്രവാചകന് പല്ലിന് കഴിക്കുവാൻ വല്ലതുമുണ്ടെങ്കിൽ സമാധാനം പ്രസംഗിച്ചു. നിന്നെ ഞാൻ വാലിന്റെ തലയാക്കുമെന്നും മഞ്ഞ് പെയ്യുന്ന ഉരുകുന്ന രാജ്യത്തേക്ക് അയക്കുമെന്നും നിന്റെ മകൻ IAS മകൾ ഡോക്ടറാകുമെന്നും എല്ലാം പ്രവചനം വരും.
പുതിയ വാഹനത്തിൽ സഞ്ചരിക്കുന്നു. ഈ ആണ്ട് കഴിയുന്നപ്പോ എന്റെ പ്രവൃത്തി നിങ്ങൾ വെളിപ്പെടുമെന്നെല്ലാം പ്രവചിക്കും. എന്താ കിട്ടണം? പല്ലിന് കടിക്കാൻ വല്ലതും കിട്ടണം. ഇല്ലെങ്കിലോ അവരുടെ വായിൽ ഒന്നും വിട്ടുകൊടുക്കാത്തവന്റെ അവരുടെ വായിൽ ഒന്നും ഇട്ടുകൊടുക്കാത്ത, പോക്കറ്റിൽ ഒന്നും ഇട്ടുകൊടുക്കാത്ത, ചെക്ക് എഴുതി കൊടുക്കാത്ത, ഇപ്പോഴാണ് ഗൂഗിൾ പേയും ചെയ്യാത്തവന് എന്തുവാ? നേരെ വിശുദ്ധ യുദ്ധം, ജിഹാദ്, വിശുദ്ധ യുദ്ധം. സ്തോത്രം. സ്തോത്രകാഴ്ച ഇട്ടോ, ദശാംശം തന്നോ, തന്നില്ലെങ്കിൽ നീ മുടിഞ്ഞു പോകും, നശിച്ചു പോകും. ശവം വരുന്നത് ഞാൻ കാണുന്നു, ദോഷം ഭവിക്കുന്നത് കാണുന്നു, നിന്റെ വണ്ടി ഇടിക്കും, അതും ഇത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ സ്തോത്രം. കർത്താവ് പറയാണ്, എന്റെ ജനത്തെ തെറ്റിച്ചു കളയുകയും പല്ലിന് കടിക്കുവാൻ വല്ലതും ഉണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുകയും അവരുടെ വായിൽ ഒന്നും ഇട്ടുകൊടുക്കാത്തവന്റെ നേരെ വിശുദ്ധ യുദ്ധം ഘോഷിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ കുറിച്ച് ഇപ്രകാരം അരുളിച്ചെയ്തു. അതുകൊണ്ട് അവർക്ക് അയ്യോ കഷ്ടം. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവം വെച്ചാൽ പ്രവാചകന്മാരെ കുറിച്ച്, അവരുടെ കാര്യങ്ങളെ കുറിച്ച് പിന്നെ സംസാരിക്കാം. സ്തോത്രം. അപ്പോൾ ഈ കൊടിയ ചെന്നായ്ക്കൾ പുറമേ ആടും അകമേ ചെന്നായുമായിരിക്കുന്ന ഈ കൊടിയ ചെന്നായ്ക്കൾ ചെയ്യുന്ന കാര്യം ഇതാണ്. പല്ലിന് വല്ലതും കൊടുത്താൽ പ്രൈസ് ദി ലോർഡ്, നല്ല സഹോദരൻ, നല്ല സഹോദരി. ഒന്നും കിട്ടിയില്ലല്ലോ, അവനെ പോലെ ദുഷ്ടം വേറെ ആരുമില്ലെന്ന്, പാന്നൻ വേറെ ആരുമില്ലെന്ന്, എന്തൊക്കെ പറയാം അതെല്ലാം പറയും. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തല പ്രവൃത്തികളിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: പോയ ശേഷം ആരെ ആദരിക്കാത്തതാ? ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ. അപ്പൊ ആരെ ആദരിക്കണം? ആട്ടിൻകൂട്ടത്തെ പരിഗണിക്കണമെന്നാ. അത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന യഗസ്കേൽ പ്രവാചകന്റെ പുസ്തകമാ. കൊഴുത്തതിനെയും മെഴുത്തതിനെയും തിന്ന് അല്ലാത്തതിനെ പുറംകാലുകൊണ്ട് ചവിട്ടിക്കളയുന്ന പ്രവാചകന്മാർ, അവര് വീണുപോയ എന്റെ ആടുകളെ നോക്കുന്നില്ല, ക്ഷീണവും പ്രയാസമുള്ള ആടുകളെ ഈ ഇടയന്മാര് കാണത്തില്ല. സ്തോത്രം. യഗസ്കേൽ പ്രവാചകൻ പറയാണ്, അയ്യോ അങ്ങനെയുള്ള ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. അവർ കൊഴുത്തതിനെയും മെഴുത്തതിനെയും എന്ന് പറഞ്ഞാൽ ഗൾഫുകാരെയും അമേരിക്കക്കാരെയും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവരെ മതി. മറ്റു ചിലർ പറഞ്ഞ പോലെ ദശയുള്ളിടത്തെ കത്തി ഓടത്തുള്ളല്ലോ, അങ്ങനെയുള്ളതായ ഇടയന്മാർ. സ്തോത്രം. മറ്റു ചില ഭാഗങ്ങളാണ് ഞാൻ എന്റെ മുന്നിൽ എഴുതി വച്ചിരിക്കുന്നത്, അതിന് കരുതിയത്. എന്നാൽ ഇന്ന് ആ കരുതിയതിലേക്ക് എങ്ങും പോകുവാനായിട്ട് ദൈവാത്മാവ് എന്നെ വിടുന്നില്ല. സ്തോത്രം. അങ്ങനെയാണ് ഇപ്പോൾ ഈ യഗസ്കേലിന്റെ പുസ്തകത്തിലേക്ക് നാം വന്നിരിക്കുന്നത്. അപ്പം അവര് ഈ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം നമുക്കെടുക്കാം. 22-ാം അധ്യായം അതിന് 25 മുതലുള്ള വാക്യങ്ങൾ. അവിടെ അത് തന്നെ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. അതിന്റെ നടുവിൽ പ്രവാചകന്മാർക്ക് ഇപ്പം സംഘടനയായി. NGO യൂണിയൻ പോലെ നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ് ഉണ്ട്, NGO ഉണ്ട്, നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ് ഉണ്ട്, ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഉണ്ട്, പോലീസ് അസോസിയേഷൻ ഉണ്ട്, അതുപോലെ തന്നെ IPS അസോസിയേഷൻ ഉണ്ട്. സ്തോത്രം. ഇവിടെ ഇതാ പ്രവാചകന്മാർക്കും ഗണമുണ്ടായി. ഒരുപക്ഷെ അത് അതിന്റെ ഒരു ഇതായിരിക്കും, ഇടയ സംഗമം എന്നൊക്കെ പറഞ്ഞുണ്ട്.
സ്തോത്രം. അപ്പോൾ ഇവിടെ പറയാണ് യെഹെസ്കേൽ താഴോട്ട് വായിച്ചു പോകാം. അതിന്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. ആ അലറി ഇര കടിച്ചു കീറുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ കളയുന്നു. നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അപഹരിച്ചുകൊണ്ട് അവർ അതിന്റെ നടുവിൽ വിധവമാരെ വർദ്ധിപ്പിക്കുന്നു. നോക്ക, പ്രവാചകന്റെ സ്വഭാവമാണ്. എന്ത് ചെയ്യുന്നു? ദൈവജനത്തിന്റെ ആത്മീയവും ഭൗതികമായ സകല നന്മകളും നഷ്ടമാക്കി. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22:25 മുതൽ താഴേക്കുള്ള വാക്യങ്ങളാണ്. അവര് വീടുകളിൽ നിന്ന് നന്മ അപഹരിച്ചു, എന്നിട്ടോ അവരുടെ ഭർത്താക്കന്മാരെ കൊന്നുകളഞ്ഞു. അങ്ങനെ വിധവമാരുടെ കൂട്ടമാ സഭയിൽ നിന്ന് കൂടുതൽ. എന്നിട്ടോ അതിലെ പുരോഹിതന്മാർ എന്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. കർത്തൃമേശ അശുദ്ധമാക്കി. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല. എന്തില്ല ഈ പ്രവാചകന്മാരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത് ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കാനാ. അത് അവര് വേർതിരിക്കുന്നില്ല. മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നതും. ഈ ദിവസങ്ങളിൽ ക്രിസ്മസ് നടക്കുകയാണല്ലോ. കോഴിക്കോടൊക്കെ നടക്കുന്ന ക്രിസ്മസിന്റെ പരസ്യയോഗത്തെ കുറിച്ചുള്ള ഫേസ്ബുക്കിൽ കാണുന്നു. ക്രിസ്മസ് പപ്പായുടെ വേഷം ധരിച്ച ആളുകളാണ് പരസ്യയോഗക്കാരുടെ മുമ്പിൽ നിന്ന് ചാടുന്നത്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദൈവസഭ ഭൂമിയിൽ സ്ഥാപിച്ച ശേഷം ഒന്നാം ദിവസം കർത്താവ് അല്ലെങ്കിൽ പത്രോസ് പ്രസംഗിച്ചപ്പോൾ കർത്താവിനെ ഉയർത്താൻ ആരെങ്കിലും നക്ഷത്രം ഉയർത്തി കാണിച്ചായിരുന്നോ? ക്രിസ്മസ് പപ്പായുടെ വേഷം, സാന്റാക്ലോസിന്റെ വേഷം ധരിച്ച് വന്നവർക്കെല്ലാം മുട്ടായി വാരി എറിഞ്ഞു കൊടുത്തോ? കേക്ക് കൊടുത്തും മെനി ഹാപ്പി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയറും പാടിയാണോ ആദിമ സഭയിൽ ദൈവവചനം പ്രഘോഷിച്ചത്? നാം ചിതറിപ്പോയൊരു വചനം പ്രസംഗിച്ചുകൊണ്ട് നടന്നു. അവര് പോപ്പിന്റെ വേഷം, ചുമന്ന വേഷം ധരിച്ച് തൊപ്പി ധരിച്ചുമല്ല നടന്നത്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിന്റെ ന്യൂയോർക്ക് സിറ്റി കൂടെ 3 മണിക്കൂർ 6 മണിക്കൂറോ നേരം ഉള്ളതായ വലിയൊരു പ്രൊസഷൻ പോകുന്നത് കണ്ടു. അതിനകത്ത് പോപ്പ്, അതായത് ക്രിസ്മസ് പപ്പാധാരികളായവര് ഉണ്ടായിരുന്നു. പൊയ്ക്കാലുകളിൽ സഞ്ചരിക്കുന്നവരുണ്ടായിരുന്നു. ജിംഗിൾ ബെൽ എന്ന് പറഞ്ഞ് പാട്ടും പാടി മഞ്ഞിലൂടെ വണ്ടി വലിക്കുന്നതായ മാൻ പോലത്തെ മൃഗങ്ങളുടെ ചിത്രം അല്ലെങ്കിൽ അതുള്ള ടാബ്ലോ, അതിനകത്ത് ഈ പറഞ്ഞ പാപ്പാധാരികൾ ഇരിപ്പുണ്ടായിരുന്നു. ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അർത്ഥ വസ്ത്രധാരികളായ അങ്കനമാർ, മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കാത്ത സ്ത്രീരത്നങ്ങൾ അതിനകത്തൂടെ ആട്ടവും പാട്ടുമായി കരങ്ങൾ ഉയർത്തിയും കാലുകൾ ഉയർത്തിയും നടക്കുന്നത് കണ്ടു. ഇതെല്ലാം പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കാൻ വന്ന ദൈവപുത്രന്റെ ജനനത്തെ കുറിച്ചുള്ള ദിവസം എന്ന് പറഞ്ഞ് അത് വരവറിയിച്ചുകൊണ്ടാണ് ആടിയും പാടിയും മദ്യപിച്ചും വലിയ ഘോഷയാത്ര, മണിക്കൂറുകൾ നീണ്ട ഘോഷയാത്ര പോകുന്നത് കണ്ടു. അതിനകത്ത് എഴുതിയിരിക്കുന്നതാണ് 6 hours 3 hours എന്നാണ് എഴുതി തോന്നുന്നു. ഞാൻ ഓർക്കുന്നത്, അത് പ്രത്യേകമായി ശ്രദ്ധിക്കാത്തതുകൊണ്ടും പെട്ടെന്ന് മാറ്റിപ്പോയത് കൊണ്ടും കണ്ടില്ല. തികഞ്ഞ ആഭാസത്തിനും അവരെങ്ങനെ പോയെന്ന അവിടെ പറയുന്നു. സ്തോത്രം നോയിച്ച് അവർ മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം. സ്ത്രീകൾ പുരുഷന്മാരെല്ലാം യോഗ്യമായ വസ്ത്രം ധരിക്കണമെന്ന് വചനം പറഞ്ഞപ്പോൾ ഇതിന്റെ സംഘാടകരായ പുരോഹിതരും പാസ്റ്റർമാരും എന്ത് ചെയ്തില്ല? മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കാൻ പറഞ്ഞില്ല അവരോട്. മലിനമേത, നിർമ്മലിനമേത, മാലിന്യമില്ലാത്തത് ഏതാണ്, നിർമ്മലമായത് ഏതാണെന്നത് ഭേദാഭേദങ്ങളെ പറഞ്ഞു കൊടുത്തില്ല ഈ ശുശ്രൂഷകന്മാർ, ഉപദേശിമാർ. ഇന്ന് തിരുവനന്തപുരത്തും കേരളക്കരയിലും ഭാരതത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ലോകമെമ്പാടും ക്രിസ്തുമസ് എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നു. കരോളിന് സ്നാനപ്പെട്ട സഹോദരന്മാരെ ഇറക്കിവിട്ട്
കഴിഞ്ഞ ദിവസം ഇന്ന് വാട്സപ്പിലാണ് എന്ത് കണ്ടാണ് ക്രിസ്മസിന് പോയവരെ 3 പേരെ അങ്ങോട്ട് ഉപദ്രവിച്ചു. അവരാശുപത്രിയിലായി. പിരിച്ച കയ്യിലുണ്ടായിരുന്ന പണവും മേടിച്ചോണ്ട് ആമ്പിള്ളാർ പോയെന്ന്. എന്താ അവർ ചെയ്യുന്നത്? വായിച്ച് അവസാനിപ്പിക്കാം. വിശദീകരണം ദൈവം വെച്ചാൽ അടുത്ത പ്രാവശ്യം. മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കും. മലിനവും നിർമ്മലിനും എന്നുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നില്ല. ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം ദൈവം അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എന്റെ ശബത്തുകളെ നോക്കാതെ കണ്ണു മറച്ചു കളയും. അടുത്തത്, അതിന്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കുക. അവന്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭം ഉണ്ടാക്കുക. ലാഭം. ഞാൻ ഓർക്കുന്നു, ഞാൻ പോയ ആ ക്രിസ്മസ് കരോളിലൊക്കെ വന്ന് അതിലൊരാള് 2 രൂപ 20 രൂപ കൊടുത്ത് ഒരു 0 വിട്ടിട്ട് 2 രൂപ എഴുതി ഇടത്തുള്ളൂ. അതൊക്കെ സ്വന്തമായിട്ട് ലാഭം ഉണ്ടാക്കി. ബാഗ് പിരിച്ച ഞങ്ങളുടെ നേതാവ് ലാഭം സ്വന്തം കീശയിട്ടു. ഇതെങ്ങനെ കണ്ടു എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ക്രിസ്മസ് പപ്പായിട്ട് വേഷം കെട്ടിയിരിക്കുകയല്ലേ. എന്റെ ആ മാസ്ക് വെച്ചിരിക്കുന്നിടത്ത് ആ മുഖം മൂടി ഇരിക്കുന്നത് എന്റെ കണ്ണ് പുറത്ത് കാണാം. അത്യാവശ്യം വർത്താനം പറയുന്നത് വായും തുറക്കാം. പക്ഷെ ബാക്കി മുഴുവൻ കവർ ചെയ്തിരിക്കുക. എന്റെ കയ്യിലാണ് പണം തരുന്നത്. അന്ധകാലത്ത് 82 വരെ 20 രൂപ വലിയൊരു തുകയാ. പലരും 20 രൂപ ഒന്നും, ഏറ്റവും കുറഞ്ഞ 2 രൂപയാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോ ഞാൻ ഈ കൊണ്ടുകൊടുത്ത 20 പുസ്തകത്തിൽ വരവ് വെച്ചെടുത്ത് 20 20ന്റെ ഭാഗത്ത് 0 2 ഉള്ളൂ. എനിക്ക് ആദ്യം തോന്നി പെശകിയതായിരിക്കും. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോഴത്തേക്ക് പുസ്തകം അടച്ചു. പിന്നെയും 20 കിട്ടുന്നിടത്തല്ല ഈ വിദ്വാൻ 2 എഴുതൂ. ലാഭം അദ്ദേഹം ഉണ്ടാക്കി. ചെറുപ്പക്കാരുടെ സംഘടനയില് PIP-ക്കാരുടെ സംഘടനയുമായി പോയിട്ട് സംഘടനക്കാർ കിട്ടിയത് 2ഉം 5ഉം ഒക്കെയാ. 5 കിട്ടിയ പുള്ളി 5 എഴുതും കേട്ടോ. 10 കിട്ടിയെടുത്ത് അങ്ങനെ 20 കിട്ടിയത് ഞാൻ പ്രത്യേകം നോക്കിയത്. ഏതായാലും കണക്ക് വായിച്ചപ്പം വരവ് ചെറുക്കുക. ഇദ്ദേഹത്തിന്റെ കീശ നിറഞ്ഞു. ഇന്നും കീശ നിറയ്ക്കുക. ലാഭം ഉണ്ടാക്കിയ പ്രഭുക്കന്മാർ, പാസ്റ്റർമാർ ലാഭം ഉണ്ടാക്കുക. ഹോള് പണിയാനാണെന്ന ഇതിനോട് ചേർന്ന് ലേലം വെച്ചിട്ടുണ്ട്. 1 തരം 2 തരം 3 തരം വിളിക്കുക. എന്നിട്ടോ തീർന്നില്ല. ലാഭം ഉണ്ടാക്കുകയും ഇര കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരിയുവാനും ദേഹികളെ നശിപ്പിക്കുവാനും നോക്കുക. ഇവർ ചെയ്യുന്നത് ചെന്നായ്ക്കളെ പോലെ. കർത്താവ് പറഞ്ഞത് തന്നെ, എഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞത് കർത്താവ് എടുത്തു പറഞ്ഞു. ചെന്നായ്ക്കളെ പോലെ ദേഹികളെ ഇവർ കീറിക്കളയുന്നു. പ്രിയമുള്ളവരെ, ദേഹികളെ കീറിക്കളയ ചെന്നായ്ക്കട കൂട്ടത്തിലാണോ? പുറമേ വെള്ളക്കുപ്പായവും വെള്ള ഉടുപ്പും മീശയില്ലാത്തത് കണ്ടേക്കാം. അകമേ കടിച്ചു കീറുന്ന നിങ്ങളെ കൊണ്ട് ലാഭം ഉണ്ടാക്കുന്ന ചെന്നായിക്കട കീഴിലാണെങ്കിൽ സ്ഥലം വിട്ടോണം. നിത്യനരകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞ ദൈവകൃപയിലേക്ക് വരുവാൻ ഈ സന്ദേശം ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കേട്ടവചനം ആർക്ക് ശിക്ഷാവധിക്ക് കാരണമായി തീരരുതേ. അടിയങ്ങളെ സഹായിക്കണമേ. എക്സലോക്സ് മീഡിയ മിനിസ്ട്രിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദാസൻ പാസ്റ്റർ ബാബു മാത്യു അവർ എല്ലാവർക്കുമായി സ്തോത്രം. ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. നാമത്തെ മഹത്വപ്പെടുത്തണമേ. വരവിനായി ഒരുക്കണമേ. മശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. എല്ലാവർക്കും വന്ദനം. ദൈവമായ കർത്താവേ അനുഗ്രഹിക്കും.